ഹായ് ഹലോ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി വെക്ടർ എന്ന ചാപ്റ്ററും സ്ട്രെയിലർ എന്ന ചാപ്റ്ററും മിക്സ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിൽ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ബേസിക് ആയിട്ട് ഉണ്ടാൽ മതി. ഓക്കെ, ഇവിടെ എന്താ ABC are 3 points in the XY plane. അല്ലെ, XY പ്ലെയിനിലെ 3 പോയിന്റ്സ് ആണ് ABC. അപ്പൊ ഞാൻ XY പ്ലെയിൻ വരക്കാണ്. XY പ്ലെയിൻ എന്ന് പറഞ്ഞാൽ X ആക്സും Y ആക്സും ഉണ്ടായാൽ മതി, വേറെ ഒന്നുമില്ല. നമ്മൾ നോർമൽ കാർട്ടീഷ്യൻ പ്ലെയിൻ വേറെ ഒന്നുമില്ല, എക്സും വൈയും മാത്രമേ ഉള്ളൂ XY പ്ലെയിനിൽ. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്, whose position vectors are √3i plus j. അല്ലെ, പൊസിഷൻ വെക്ടർ √3i plus j ആണെങ്കിൽ ആ പോയിന്റ് √3,1 ആവില്ലേ? പൊസിഷൻ വെക്ടർ എന്താ √3i plus j. അപ്പൊ പോയിന്റ് √3,1 ആവില്ലേ? ആ √3,1 ഏകദേശം എവിടെ വരും വിചാരിക്കും, വെറുതെ വരക്കാണ്. അപ്പൊ ഇതാണ് എ അല്ലെ. ഇനി ബിന്റെ പൊസിഷൻ വെക്ടർ എന്താ i plus √3j. അല്ലെ, i plus √3j ആണെങ്കിൽ ആ പോയിന്റ് എന്താ 1,√3 അല്ലെ? ആ 1,√3 ഇവിടെ വരും. ഇതാണ് ബി, 1,√3. ഓക്കെ, അതൊക്കെ. പിന്നെന്താ ആൻഡ് സി ആരാ? ABC. എ ഇതാണ്, ബി ഇതാണ്, സി ഇതാണ് അല്ലെ. അപ്പൊ സി ആരാ? AI plus 1 - AJ അല്ലെ. അപ്പൊ എയും 1 - A അല്ലേ വരിക. അപ്പൊ ഞാൻ വെറുതെ എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ ഇവിടെ ഇറക്കിയത് ഇതാണ് സി. അത് എവിടെയാവട്ടോ? A 1 - A. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്. അപ്പൊ ഒറിജിൻ O ആണ്, ഒറിജിൻ O ആണ്. ക്വസ്റ്റ്യൻ പറയേണ്ട ഒറിജിൻ O അല്ലേ? O ആകുമ്പോൾ 0,0. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് സി, വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് സി ഫ്രം ദ ലൈൻ ബൈസെക്റ്റിംഗ് ആംഗിൾ ബിറ്റ്വീൻ OA ആൻഡ് OB ഈസ് 9/√2 അല്ലെ. OA എന്ന ലൈൻ ഇവിടെ ഉണ്ട് അല്ലെ. OB ആ ലൈൻ ഞാൻ വരക്കാണ്, ശ്രദ്ധിക്കുക. ഇതാണ് OA അല്ലെ, OA എന്ന വെക്ടർ അല്ലെങ്കിൽ OA എന്ന ലൈൻ അല്ലെ. ഇതാരാ? OB എന്ന വെക്ടർ അല്ലെ. ഈ OA എന്ന വെക്ടറിനെയും OB എന്ന വെക്ടറിനെയും ബൈസെക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ അല്ലെ. ആ ലൈനും സിയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? 9/√2 ആണ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ പോസിബിൾ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എ. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ക്വസ്റ്റ്യൻ പറഞ്ഞ ഐഡിയ വൃത്തിയായി മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞത് ഇതാ, ഇങ്ങനെ OA എന്ന ഒരു വെക്ടർ ഉണ്ട്, OB എന്ന വെക്ടർ ഉണ്ട് അല്ലെ. OA എന്ന വെക്ടറിനെയും OB എന്ന വെക്ടറിനെയും ബൈസെക്ട് ചെയ്യുന്ന ഒരു വെക്ടർ ഇങ്ങുണ്ട് അല്ലെ, ഒരു ലൈൻ ഇങ്ങുണ്ട് വിചാരിക്കും അല്ലെ. ആ ലൈന് ഈ സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? 9/√2 ആണ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ദിസ് എ അല്ലെ. എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? നമുക്ക് ഒരു ലൈനും പോയിന്റ് നമ്മളെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണുമെങ്കിൽ ആദ്യം ആ ലൈനിന്റെ ഇക്വേഷൻ കാണണ്ടേ അല്ലെ. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്? ഈ പെർപെൻഡിക്കുലർ ഈ ബൈസെക്ടർ ആംഗിൾ ബൈസെക്ടർ ആയുള്ള ഈ ലൈനിന്റെ ഇക്വേഷൻ കാണാം അല്ലെ. എങ്ങനെ കാണാം? അതിനു വേണ്ടി ഈ ലൈനിന്റെ സ്ലോപ്പ് എന്താ? ഈ ലൈനിന്റെ സ്ലോപ്പ് എന്താ? y2 - y1 ഡിവൈഡ് ബൈ x2 - x1 അല്ലേ. അത് അപ്ലൈ ചെയ്താൽ 1 - 0 ഡിവൈഡ് ബൈ √3 - 0 അല്ലേ. അപ്പൊ ആ ലൈനിന്റെ സ്ലോപ്പ് എന്താ? y2 - y1 1 - 0 x2 - x1 √3 - 0. അപ്പൊ 1/√3 അല്ലേ അല്ലെ. പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ് സ്ലോപ്പ് y2 - y1 ഡിവൈഡ് ബൈ x2 - x1 അല്ലേ. അപ്ലൈ ചെയ്തു. അപ്പൊ എന്താ? 1/√3 അല്ലെ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ. അപ്പൊ ടാൻ തീറ്റ എന്താ? 1/√3. അപ്പൊ ടാൻ തീറ്റ 1/√3 ആയാലേ തീറ്റ 30° അല്ലേ അല്ലെ. അതായത് ഈ ലൈന് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തരാ? 30°. ദെൻ അടുത്ത കേസ് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്താ? അപ്പൊ ഇതിനെ M1 വിളിച്ചു. അപ്പൊ M2 അല്ലെ. M2 എന്താ? അഗെയിൻ y2 - y1 ഡിവൈഡ് ബൈ x2 - x1 അല്ലെ. അപ്പൊ എന്താ? √3 - 0 ഡിവൈഡ് ബൈ 1 - 0 അല്ലെ. എന്താണ് വരിക? √3 അല്ലേ അല്ലെ. അപ്പൊ M2 √3. M2 എന്ന് പറഞ്ഞ ടാൻ തീറ്റ അല്ലേ. അഗെയിൻ ഇത് വേറെ തീറ്റ, ഇതാണ് ഈ തീറ്റ എന്ന് വിചാരിക്കും കേട്ടോ, ഈ ആംഗിൾ. അപ്പൊ ഇവിടെ തീറ്റ എന്താ? ഇവിടെ തീറ്റ 60° അല്ലേ. അത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? 60 അല്ലെ. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിക്കുക, ഇത് 30 ആണ്, ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ ഓഫ് കോഴ്സ് 30° അല്ലേ, നമുക്കറിയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത്ര കാര്യമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എന്ത്? ഈ OAനെയും OBയെയും ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾ അല്ലെ, അല്ലെങ്കിൽ ബൈസെക്ട് ചെയ്യുന്ന ലൈൻ. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ 15° ആവൂലേ അല്ലെ. ബൈസെക്ട് എന്ന് പറഞ്ഞാലേ ഇത് 30 അല്ലേ. അപ്പൊ 30 ബൈസെക്ട് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ സെയിം ആവൂലേ. അപ്പൊ ഈ ആംഗിൾ 30 ആണ്, ഈ ആംഗിൾ എന്താ? 15 അല്ലേ അല്ലെ. അപ്പൊ ടോട്ടൽ ഈ ആംഗിൾ എന്താ? 15 + 13 45° അല്ലേ. അപ്പൊ ആ ആംഗിൾ, അതായത് ഈ ലൈനെ എക്സ് ആക്സുമായിട്ട് ഉണ്ടാകുന്ന ആംഗിൾ 45 അല്ലെ. അങ്ങനെയെങ്കിൽ എക്സ് ആക്സുമായിട്ട് ഉണ്ടാകുന്ന 45 ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് ടാൻ 45 വരിക. വട്ട് ഈസ് ടാൻ 45? 1 അല്ലെ. അങ്ങനെയെങ്കിലേ ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് 0,0
അല്ലെ? സോ പാസ് ചെയ്യുന്ന പോയിന്റ് 0,0 ആണ്. അതിന്റെ സ്ലോപ്പ് 1 ആണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ എന്താ? നോർമലി അതിന്റെ ഇക്വേഷൻ y മൈനസ് y1 ഈക്വൽ m ഇൻറ്റു എക്സ് മൈനസ് x1 അല്ലേ? അതപ്പോൾ y മൈനസ് 0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് 0, അതായത് y ഈക്വൽ എക്സ് അല്ലേ? അല്ലെ? അതായത് നമ്മുടെ ഈ കാണുന്ന ബൈസെക്ടർ എന്ന ലൈനിന്റെ ഇക്വേഷൻ എന്താ? y ഈക്വൽ എക്സ്. അങ്ങനെയെങ്കിൽ ആ ലൈൻ വരക്കാണ്. y ഈക്വൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് y ഈക്വൽ 0 അല്ലേ? അല്ലെ? ഇനി ആ സി എന്ന പോയിന്റ് എന്താ? a,1 മൈനസ് എ. ഇനി നമ്മൾ ഐഡി യൂസ് ചെയ്യണം. ഈ a,1 മൈനസ് എയും ഈ ലൈൻ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞ് എത്രയാണ്? 9/√2 അല്ലെ? നമുക്കറിയാം ഒരു പോയിന്റും ഒരു ലൈൻ കിട്ടിയാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ ഫോർമുല എന്താ? ax1 + by1 + c ഡിവൈഡ് ബൈ √(a² + b² അല്ലേ? അതെപ്പോൾ എന്ത് വരിക? ഇത് ഇവിടെ അല്ലെ? a മൈനസ് yക്ക് പകരം 1 മൈനസ് എ ഡിവൈഡ് ബൈ √(a² + b²). അപ്പൊ √(1² + -1² √2 അല്ലേ? ഡിസ്റ്റൻസ് ആയതുകൊണ്ട് മോഡുലസ് കൊടുക്കണം. അതിന്റെ വാല്യൂ എന്താണ്? 9/√2 ആണ്. എങ്ങനെ √2 കട്ട് ചെയ്യാം അല്ലെ? ഇവിടെ എന്താ വരിക? ഇത് a മൈനസ് മൈനസ് എ 2a വരിക. സോ മോഡുലസ് ഓഫ് 2a - 1 എന്താ? 9 ആണ് അല്ലെ? അവിടെ മോഡുലസിന് ഒഴിവാക്കാൻ റൈറ്റ് സൈഡിൽ പ്ലസ് മൈനസ് കൊടുത്താൽ പോലെ. അപ്പൊ 2a - 1 എന്താ? പ്ലസ് ഓർ -9. അതായത് 2a - 1 എന്താവാം? +9 ആവാം, അല്ലെങ്കിൽ 2a - 1 എന്താവാം? -9 ആവാം അല്ലെ? അപ്പൊ 2a എന്താടാ? 10. ഇവിടെ എന്താ? 5. അല്ല ഇവിടെ 2a എന്താ? -8. അപ്പൊ a എന്താ? -4 അല്ലെ? അപ്പൊ എന്റെ രണ്ട് വാല്യൂസ് ആയിരിക്കുക 5ഉം -4. അല്ല നമ്മൾ ചോദിച്ച സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ അല്ലേ? അതിന്റെ സം എന്താ? a + -4. ആൻസർ എന്താ? സോ 5 + -4 ആൻസർ എന്താ? 1 ആണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ ഈസി ആയുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ ഈ ബേസിക് ഐഡിയ ഉണ്ടായാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.